ഇന്ന് ചെറിയ മത്തിയുണ്ട്, അതും പച്ചമാങ്ങ ഇട്ടിട്ടില്ലേ, മത്തീനെ കൊണ്ടുള്ള ഒരു ചെറിയ ഗ്രേവി കൂടുതലില്ലാത്ത മത്തിപ്പീര എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള ഒരു കറിയാക്കാനാണ് തീരുമാനം. അതുപോലെ തന്നെ ചക്കക്കുരുവും പച്ചക്കായും പരിപ്പും കൂടി കുരുമുളകിട്ട മൊരീഷ്. ഇന്നത്തെ വിഭവം ഇതൊക്കെയാണ്. അപ്പോൾ പച്ചമാങ്ങ കുറച്ചു മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മീനുകൾ ഇവിടെ കുറേ അധികം ഉണ്ട്, എല്ലാം എടുക്കുന്നില്ല, കുറച്ചധികം. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മീൻ വെക്കുന്നതേ ഒരു പതിവാണ്. മതിയല്ലേ, രണ്ടുപേരേ ഉള്ളൂ, രണ്ടുപേർക്ക് വേണ്ടിയിട്ടുള്ള മത്തിയാണ്. ഓക്കെ, അപ്പോൾ പച്ചമാങ്ങയും കുഞ്ഞു മത്തിയും റെഡിയായി. അതിനകത്തേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതിടാം, കുറച്ച് ഉള്ളി അരിഞ്ഞതിടാം. അത് കഴിഞ്ഞ് കുറച്ച് വെളുത്തുള്ളി ചതച്ചതിടാം. മഞ്ഞൾപ്പൊടി ചേർക്കാം, കുറച്ച് മുളക് പൊടി ചേർക്കാം. അടുത്തതായിട്ട് കുറച്ച് എരിവുള്ളതാണ്, നമ്മുടെ മുളക് പൊടി കുറച്ച് ചേർക്കണമേ. അതിനകത്തേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെജിറ്റബിൾ ഓയിൽ എന്തെങ്കിലും ഒഴിക്കാം, ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് നല്ല കരിയാമ്പ് ചേർക്കാം, ചെറിയ ഇലയുള്ള കരിയാമ്പാണ് കേട്ടോ എനിക്കുള്ളത്. നല്ല മണവും നല്ല രുചിയാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഉപ്പും ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. കുറച്ച് ഉപ്പ് ചേർക്കാം, ശേഷം തേങ്ങ ചിരവി, മൂത്ത തേങ്ങ ചിരവി കേട്ടോ, പൊടിയായിട്ടുള്ള തേങ്ങ. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കണം ശരിക്കും. മത്തി വറ്റിച്ച് വെച്ചത്, മത്തി മാങ്ങിയിട്ട് വെച്ചത്, അല്ലെങ്കിൽ മത്തി പീരാക്കിയത് എന്നൊക്കെ പറയാം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മാങ്ങ ഒരു പ്രത്യേകത, നല്ല നാട്ടിൻപുറത്തെ ഗോമാങ്ങ എന്ന് പറയുന്നത് നാടൻ മാങ്ങയില്ലേ, അതാണ്. ആ പൊടിയാണ്, നമ്മൾ സൂക്ഷിച്ചിട്ട് ചേർക്കണം. പുളി ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് ചേർത്തു. ഓക്കെ, ഇനി കുറച്ച് വെള്ളം നനക്കണം. കുറച്ച് വെള്ളം ഒന്ന് നനച്ചിട്ടുണ്ട്. അധികം വെള്ളം വേണ്ട, മാങ്ങയും മീനും ഒന്ന് വെന്ത് വരാനുള്ളതും യോജിക്കാനുള്ള വെള്ളം മാത്രമേ വേണ്ടൂ കേട്ടോ. ഓക്കെ, അടുപ്പത്തേക്ക് വെക്കാം. അടിപൊളി മാങ്ങ കൊണ്ടുള്ള മീൻ പീര, മത്തിപ്പീര റെഡിയായിട്ടാ. ഓക്കേ.